വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു സഹയാത്രിക നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ട്രാക്കിന് ആദ്യമായിട്ട് ആംബുലൻസ് നൽകി ട്രാക്കിന്റെ ആ ചുവടുവയ്പ്പിന് മുൻകൈ എടുത്ത ആ ഒരു വ്യക്തിത്വം ഷീല ആന്റണി മാഡം നമ്മെ വിട്ടുപിരിഞ്ഞു. അതുപോലെ തന്നെ നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ട്. ഈ സമയങ്ങളിൽ റോഡിൽ അവരുടേതല്ലാത്തതുപോലും ആയിട്ടുള്ള കാരണങ്ങളാൽ ജീവൻ പൊലിയപ്പെട്ട ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. ഇവരുടെ അവർക്ക് എല്ലാവർക്കും ഒരു ആദരാഞ്ജലി അർപ്പിക്കുന്നതിനും അവരുടെ സ്മരണയ്ക്ക് മുന്നിൽ ഒരു നിമിഷം മൗനമായി നിൽക്കുന്നതിന് വേണ്ടി ഞാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. അവരുടെ ചികിത്സക്കായിട്ട് അവരെ എവിടെയാണോ എത്തിക്കേണ്ടത് അത് എത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആംബുലൻസ് സംവിധാനം ഒക്കെ നമ്മൾ ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ നമ്മൾ സ്വന്തമാക്കി എടുത്തിട്ടുള്ളത്. ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നേടാൻ സാധിച്ചത് എന്നത് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഇവിടെ ഓർക്കുകയാണ്. ഈ 11ാമത്തെ വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒരു പടി മുന്നിട്ട് അല്ലെങ്കിൽ ഒരു പടിയും കൂടെ കയറ്റമാണോ ട്രാക്കിംഗ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് പിന്നാലെ സംസാരിക്കുന്നവർ പറയുമെങ്കിലും ഞാനത് ഓർമ്മിപ്പിക്കുകയാണ്. IDTR എന്ന് പറയുന്ന കേരളത്തിലെ ഗതാഗത മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ അധീനതയിൽ ഇടപാടിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവേഴ്സ് ട്രെയിനിങ് എന്ന് പറയുന്ന ആ സ്ഥാപനത്തിലെ ഒരു എക്സ്റ്റൻഷൻ സെന്റർ സ്വന്തമാക്കാൻ നമുക്ക് കഴിഞ്ഞതും ഒരു വലിയ നേട്ടമായിട്ട് നമുക്ക് കാണേണ്ടതായി. റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നവരെ അപകടങ്ങളിൽ നിന്ന് ഇനി ഒരു അപകടത്തിലും ചെന്ന് വിടാതിരിക്കുന്നതിന് വേണ്ടി അവർക്ക് പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനമാണ് IDTR എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ ഇടപാടിൽ. അപ്പോൾ കേരളത്തില് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു ഇടപാടിലാണ് പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പൊ അതിന് ഒരു സഹായം എന്നോണം തെക്കൻ ജില്ലയിലേക്ക് ഒരു സ്ഥാപനം നമ്മുടെ ട്രാക്കിന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ശരസാറും പ്രസിഡന്റും അടക്കം നിരന്തരമായ ശ്രമങ്ങൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷൻ നമുക്കത് അനുവദിച്ചു തരികയാണ് ഉണ്ടായിരുന്നത്. അതിന്റെ ഉദ്ഘാടനം വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പൊ അത്തരത്തില് വളരെ ചിട്ടയായ പടിപടിയായ പ്രവർത്തനങ്ങളിലൂടെ ട്രാക്ക് വളരെ മുന്നോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനിയും ഒട്ടനവധി പദ്ധതികളും പരിപാടികളും നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്ന അപകടങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ്. രജിസ്റ്റർ ചെയ്തതെങ്കിലും വളരെ വേഗത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഘടനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ സർക്കാരിൻ്റെ അംഗീകാരത്തോടെ IDTRന്റെ ട്രെയിനിങ് തുടങ്ങാൻ കഴിയുന്നു എന്നുള്ളത് ട്രാക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ്. കൊല്ലത്തെ ഏത് സംഘടനകളെ എടുത്തു നോക്കിയാലും അതിലൊക്കെ ഉപരി വളരെയധികം ചാരിറ്റി പ്രവർത്തനങ്ങളും സേവന പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു സംഘടനയാണ് ട്രാക്ക്. ട്രാക്കിന്റെ പ്രവർത്തനത്തിൽ ഏറ്റവും സഹായകരമായി നിൽക്കുന്നത് ഇതിന്റെ രജിസ്ട്രേഷൻ സമയത്ത് മുൻകൈ എടുത്ത മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഇപ്പോഴും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായമില്ലാതെ ട്രാക്ക് ഒരു ചാരിറ്റി സംഘടനയാണെങ്കിലും ഒരു നിലനിൽക്കാൻ തന്നെ പ്രയാസമാണ്. നമുക്കറിയാം, ഇപ്പോൾ ട്രാക്കിന് ഏകദേശം വാടക ഇനത്തിൽ തന്നെ ഏകദേശം 70,000-80,000 രൂപ മാസം കൊടുക്കേണ്ടി വരുന്നു. പിന്നെ ഇപ്പോൾ IDTRന്റെ ഫാക്കൽറ്റികൾക്ക് നല്ല ഒരു തുക ശമ്പളമായി കൊടുക്കേണ്ടി വരുന്നു. ഇതിനൊന്നും ഒരു പൈസ പോലും ആളുകളെ നിന്ന് പിരിക്കാതെയാണ് നമ്മൾ ചെയ്തു തരുന്നത്. ട്രാക്ക് ചെയ്ത പ്രവർത്തനങ്ങൾ ഓരോന്ന് എണ്ണി പറയേണ്ട കാര്യമൊന്നും ഇല്ല. നിങ്ങളൊക്കെ തന്നെയാണ് ട്രാക്കിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത്. ഇത് പരിശോധിച്ചാൽ അറിയാം ട്രാക്ക് ചെയ്ത പ്രവർത്തനങ്ങൾ. അതിനകത്ത് ഇപ്പോൾ ഈ സാറ് പ്രസംഗം പറഞ്ഞ ഷാനവാസ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വലിയ പ്രവർത്തനം എന്ന് പറയുന്നത് ചുക്കുകാപ്പുകളും തന്നെയാണ്. നമ്മുടെ ഈ ട്രാക്കിന്റെ പ്രവർത്തനം, അതായത് റോഡപകടങ്ങൾ ഒഴിവാക്കുക, റോഡപകടങ്ങളിൽപ്പെട്ടവരെ സംരക്ഷിക്കുക, സഹായിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് എന്ന് ഓർക്കുമ്പോൾ
ഈ ചുക്കുകാപ്പി വിതരണം ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമാണ് ട്രാക്കിനെ സംബന്ധിച്ചിടത്തോളം. അതിനോടൊപ്പം തന്നെ പിന്നെ മെഡിക്കൽ ക്യാമ്പുകൾ, പിന്നെ ക്വിസ് മത്സരം, ബീച്ച് ക്ലിനിക്ക് തുടങ്ങിയ ഒട്ടനവധി ബീച്ച് നമ്മൾ ക്ലിനിക്ക് നടത്തി. അപ്പോൾ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ ട്രാക്കിന് കഴിഞ്ഞിട്ടുണ്ട്. ായിട്ടുള്ള ട്രെയിനിങ്ങും അതോടൊപ്പം തന്നെ ഇനി ആരംഭിക്കാൻ പോകുന്ന മറ്റൊന്ന്, വാഹന അപകടങ്ങൾ ഉണ്ടാക്കുന്ന പ്രതികളായിട്ടുള്ള ഡ്രൈവർമാർക്കുള്ള ദുർഗുണ പരിഹാര പാഠശാല എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും ലൈസൻസ് സസ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അവരെ നേർവഴിക്ക് നയിക്കുന്ന ട്രെയിനിങ്ങും, അപകടം ഉണ്ടാകാതിരിക്കാനുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ എങ്ങനെ ആയിരിക്കണം മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്നുള്ള കഠിനമായ ട്രെയിനിങ്ങും അതിനുള്ള ഗവൺമെന്റിന്റെ അംഗീകാരവും ട്രാക്കിന് കിട്ടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രിവാൻഡ്രം ജില്ലയിൽ പാറശാലയിൽ ഉള്ള ഒരാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ചത്തെ ട്രെയിനിങ്ങിനായിട്ട് എടപ്പാളാണ് വിടുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ ട്രെയിനിങ് സെന്ററായ എടപ്പാട്. അവിടെ 5 ദിവസത്തെ ട്രെയിനിങ്ങാണ്. രാവിലെ 9 മണിക്ക് ക്ലാസ്സിൽ ഹാജരാവണം. വൈകുന്നേരം 5 മണിയാകുമ്പോൾ അന്നത്തെ ക്ലാസ് കഴിയും. അതേ കണക്ക് 5 ദിവസത്തെ പ്രോഗ്രാം. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അത്ര കഠിനമായിട്ടുള്ളൊരു ട്രെയിനിങ് ആണ്. അപ്പോൾ അങ്ങനെ പല ആൾക്കാർക്കും അവിടെ പോയി ട്രെയിനിങ് എടുക്കാനായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉള്ളത് കാരണമാണ് എല്ലാ ജില്ലകളിലും ഇതിന്റെ സെന്ററിന് വേണ്ടി ക്ഷണിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ട്രാക്കും അതിന് അപ്ലൈ ചെയ്തു. ട്രാക്കിന്റെ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ, റോഡപകടങ്ങൾ കുറയ്ക്കുവാൻ വേണ്ടി ട്രാക്ക് നടത്തുന്ന ശ്രമങ്ങൾ, ഇതെല്ലാം തന്നെ ട്രാക്കിന് ഒരു മുതൽക്കൂട്ടായി മാറി. ഈ IDTR എന്ന് പറഞ്ഞ ട്രെയിനിങ് സെന്ററിനെ ഗവൺമെന്റിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി, ട്രാക്കിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രചോദനമായി മാറി എന്നുള്ളത് കഴിഞ്ഞ 10 വർഷത്തെ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഞാനിവിടെ ക്ലാസ്സിന് വരുന്നവരുടെല്ലാം ഞാൻ പറയാറുണ്ട്, താഴെ ഈ തുടങ്ങുന്ന സ്ഥാപനം അടച്ചു പൂട്ടിക്കണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇവിടെ ക്ലാസ്സിൽ വരുന്ന ഒരാളും ഒരു കാരണവശാലും ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഇടവരുത്തരുത്. അങ്ങനെ വന്നാൽ താഴെ ആള് കുറയും. താഴെ ആള് കുറഞ്ഞാൽ അത് ഇത് തുടങ്ങുന്നവർക്കാണ്, ഞങ്ങളെപ്പോലുള്ളവർക്കാണ്. പക്ഷേ നമ്മൾ പ്രാധാന്യം നൽകുന്നത് തീർച്ചയായിട്ടും വാഹന അപകടങ്ങൾ കുറയ്ക്കുക, അതിലുണ്ടാകുന്ന പ്രതികളാക്കപ്പെടുന്നവരുടെ എണ്ണം കുറയുക എന്നുള്ളതാണ് നമ്മൾ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ IDTR എന്ന് പറയുന്നത് ഒരിക്കലും അത് വിജയിക്കാനായിട്ട് റോഡ് സുരക്ഷാ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ നമുക്ക് ആർക്കും താല്പര്യമില്ല എന്നുള്ള കാര്യം ആണ് ഇതിനകത്ത് ഒരു സത്യസന്ധമായ ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് 2014 തുടങ്ങിയത്. നമ്മളിപ്പോൾ അപകടങ്ങളിൽ പെട്ടുകിടക്കുന്ന ആൾക്കാരുള്ള പരിചരണം ഉൾപ്പെടെ നൽകുന്നു. 2 ആംബുലൻസ് ഉണ്ട്, ഒരു ബൊലെറോ ആംബുലൻസും അതോടൊപ്പം തന്നെ ഒരു ICU ആംബുലൻസും ഉണ്ട്. തീർച്ചയായിട്ടും ICU ആംബുലൻസിന് വേണ്ട സഹായങ്ങളെല്ലാം നമുക്കിപ്പോൾ നമ്മൾ കോട്ടയം ഹോളി ക്രോസിലാണ് അതിനുള്ള സേവനം തയ്യാറായി വാഹനം കിടക്കുന്നത്. നല്ല സഹകരണമാണ് ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ ട്രാക്കിന്റെ തന്നെ ലൈഫ് മെമ്പറാണ്. ട്രാക്ക് തുടങ്ങിയ കാലം തൊട്ട് തന്നെ ട്രാക്കിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അവിടെയൊക്കെ ഓരോ പ്രചോദനങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ട്രാക്ക് ഈ രീതിയിൽ വളർന്ന് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ട്രാക്ക് എന്ന് പറയുന്ന ഈ ആംബുലൻസ് നൽകുന്ന സേവനം ആർക്കെങ്കിലും വളരെ നിർദ്ധനരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സൗജന്യമായിട്ട് നമ്മൾ സേവനം കൊടുക്കുന്നതിനും തയ്യാറാണ്. അത് തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ട്രാക്കിന്റെ ഭാരവാഹികളുമായിട്ട് ബന്ധപ്പെടാം. അങ്ങനെയുള്ള സേവനവും ട്രാക്ക് നൽകുന്നുണ്ട്. ഞാൻ കൂടുതൽ വളരെയേറെ സഹായിച്ചു. അത് ഞാൻ ട്രാക്കിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ ട്രാക്കിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എൻ്റെ സെക്രട്ടറി
സ്വാഗതം പറഞ്ഞ ശ്രീ ഷാനവാസ്, അധ്യക്ഷനായ ശ്രീ രഘുനാഥ് സാർ എല്ലാവരും വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതൽ എനിക്ക് പറയാനില്ല. ട്രാക്കിൻ്റെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ ഇതിലും മെച്ചമാവട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതേപോലെ ഈ ചടങ്ങ് ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കും. വ്യക്തിത്വങ്ങൾ. പിന്നെ ഈ ഔദ്യോഗികമായ ഇതുകൊണ്ട് ഈ സെക്രട്ടറി, പ്രസിഡന്റ്, അതുപോലെ RTOമാര്, അതുപോലെ ജോയിന്റ് RTOമാരെയൊക്കെ ആദരിച്ച് ഇവിടെ ഇരുത്തേക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇവരൊക്കെ ഇവിടെ ഇരിക്കണമെങ്കിൽ ഈ വോളണ്ടിയേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. ആ വോളണ്ടിയേഴ്സിന്റെ ആ ശക്തി നിങ്ങൾ കാണിച്ചു തന്നെ കൊടുക്കണം. അവാർഡ് വാങ്ങാനുള്ളവർ മാത്രമേ വരുന്നുള്ളൂ, ബാക്കി ആരും വരുന്നില്ല. ഇത് ഇപ്പൊ ഈ നമ്മൾ കൊടുത്ത അവാർഡുകളിൽ തന്നെ ധാരാളം ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ ഈ ഒരു അപജയം എന്തായാലും അടുത്ത പ്രാവശ്യം നമ്മുടെ ട്രാക്കിൽ ഉണ്ടാകരുത്. വോളണ്ടിയേഴ്സ് നിർബന്ധമായിട്ട് വോളണ്ടിയേഴ്സിനെല്ലാം സംഘടിപ്പിച്ച് ക്യാമ്പയിനുകൾ, വോളണ്ടിയേഴ്സിൻ്റെതായ ക്യാമ്പയിനുകൾ ധാരാളം വേണം. വോളണ്ടിയേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ മുകളിൽ ഇരിക്കുന്നവർക്കൊന്നും യാതൊരു സ്ഥാനവും കിട്ടത്തില്ല. പിന്നെ ഇതങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനും ഒക്കാത്തൊരവസ്ഥയിലോട്ട് വരും. ഇപ്പൊ ഈ RTO മോട്ടോർ വാഹന വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ ലേണേഴ്സിന്റെ ക്ലാസും സംവിധാനങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അതിനകത്തൊക്കെ ഇച്ചിരി പൈസയൊക്കെ കിട്ടുന്നുണ്ട്, അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നതേ ഉള്ളൂ. അതുപോലെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വോളണ്ടിയേഴ്സിനെ നമ്മളോട് അടുപ്പിച്ച് തന്നെ നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. നമ്മുടെ ഈ മീറ്റിംഗ് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ട്രാക്കിന്റെ ആഘോഷവും വാർഷിക പൊതുയോഗത്തിന്റെ ഈ മീറ്റിംഗിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.